ఏమండి గిరి గారు? హాయ్ జోస్ గారు. ఏంటి విశేషాలు? మీ విశేషాలు ఏంటి? ഇതെന്താണ് കോള്? പരിക്കച്ചക്ക മൽഗോവ. രാജമുന്ദ്രിന്ന് കയറിയതാ കുറെ ഗാരുമാര്. കമ്പാർട്ട്മെന്റ് നിറയെ ചക്കയും മാങ്ങി. റെയിൽവേ മിനിസ്റ്റർ അവരുടെ ഗാവ്വാലയാണത്രേ. ടിക്കറ്റ് എടുക്കാൻ സൗകര്യമില്ലെന്ന് ഒക്കത്തിനെയും പിടിച്ച് അകത്താക്കുമെന്ന് പറഞ്ഞ് വിരട്ടിയപ്പോ പതുക്കെ പെരുങ്കായത്തിന്റെ സഞ്ചി തുറന്നു. റിസർവ് ബാങ്കിൽ പോലും കാണൂല ഇത്രയും പണം. അടുക്കി വെച്ചിരിക്കുക സഞ്ചി നിറയെ. ഒക്കെ ചക്കയും മാങ്ങയും വിറ്റ് കിട്ടിയ കാശ. ഒടുവില് റെയിൽവേ ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണത്തിൽ സന്തുഷ്ടരായ റെയിൽവേ മന്ത്രിയുടെ ഗാവ്വാലക്കാര് സമ്മാനമായി തന്നതാണ്. അന്ന് കോറമാൻഡിൽ ടിക്കറ്റ് എടുക്കാതെ കയറിയ ഒരു യാത്രക്കാരൻ നിനക്കെന്തോ തന്നല്ലോ. എന്താ? മുദ്ദു. എന്തോ മുദ്ദഗവും. അത് നീ ചോദിച്ചത് അവള് തന്നതോ? അങ്ങനൊന്നുമില്ല. നീ ചക്ക ഒന്ന് പിടിച്ചേ. പെട്ടിയെടുത്താലും മതി. മോനെ ബാല, ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഇതങ്ങോട്ട് കൊണ്ടുപോയി വെക്ക്. ആ ഷൺമുഖ റെഡ്ഡി വന്ന് എടുത്തോളൂ. വരുമ്പോ അന്നത്തെ 2 സഞ്ചി മുളകിന്റെയും ഇതിന്റെയും ചേർത്ത് ഒരു 200 രൂപ വാങ്ങിച്ചോ. എന്നിട്ട് ഇത് ഗോവിന്ദ റാവുന്റെ കടയിൽ കൊണ്ടുപോയി എന്റെ പറ്റില് വരവ് വയ്ക്ക. ശരി. അന്യനാട്ടിൽ വന്ന് കിടന്ന് കഷ്ടപ്പെടുമ്പോ ജീവിതഭാരം ലഘൂകരിക്കാൻ ഇന്ത്യൻ റെയിൽവേയുടെ വക ഛേദമില്ലാത്ത ചില കോംപ്ലിമെന്റുകളാ സ്വീകരിക്കാണ്ട് പറ്റുമോ? ഒരു കത്തിങ് എടുത്തോ ബാല. സ്റ്റേഷൻ മാസ്റ്റർ ആണോ വലുത്, ടി ടി ആണോ വലുത്? അതിനെക്കുറിച്ചൊന്നും റെയിൽവേ വ്യക്തമായിട്ട് നിർവഹിച്ചിട്ടില്ല. നിർവഹിച്ചിട്ടുണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ തന്നെ വലുത്. പിടിക്കണ പറ്റി കഴിവേറി കാര്യം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തായി നിന്റെ ട്രാൻസ്ഫർ? മിസസ് നായരെ കൊണ്ട് വിളിച്ചു പറയിച്ചിട്ടുണ്ട് ഡിവിഷണൽ മാനേജർക്ക്. ഭാഗ്യമുണ്ട് 1-2 മാസത്തിനകം ശരിയാവും. എനിക്കൊരിടത്ത് അവിടെ നഷ്ടപ്പെടും. സാരമില്ല, ഞാൻ ഏതായാലും കുറച്ച് നാളുകൂടി ഇവിടെ തന്നെയാ. നാട്ടിലെ കളി എന്തുകൊണ്ട് സുഖ. സംഗതി ചക്കയും മാങ്ങയും മുളകും മഞ്ഞളും ഒക്കെ ആയിട്ടാണ് കിട്ടുന്നതെങ്കിലും ഇത്രയും സ്നേഹമുള്ള ആൾക്കാര് വേറെ ഒരു സ്ഥലത്തും കാണൂല. ചായ വേണോ? എനിക്കാണെന്ന് നായിഡുവിനോട് പ്രത്യേകം പറയണം. നിനക്ക്? ഞാനിപ്പോ കുടിച്ചതാ. പിന്നെ എന്തായി കല്യാണക്കാര്യം? അമ്മ കൊണ്ടുപിടിച്ച് നോക്കുന്നുണ്ട്. എന്തായാലും നാട്ടിനടുത്ത് എവിടേക്കെങ്കിലും ആയിരിക്കും ട്രാൻസ്ഫർ. ഇനി അത് കിട്ടിയിട്ടാവട്ടെ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് അമ്മയ്ക്ക്. ഇക്കൊല്ലം കൊണ്ട് ആനിയുടെ B.Ed കഴിയും. അവളെ കൊള്ളാവുന്ന ഒരുത്തിന് പിടിച്ചു കൊടുത്തിട്ട് വേണം എന്റെ കാര്യം. മുടി ഇപ്പോഴേ നിറച്ചു തുടങ്ങി. എനിക്ക് വേണ്ടി പിറന്ന ഒരു അന്നാമ്മയോ ശോശാമ്മയോ നാട്ടിൽ എവിടെയെങ്കിലും തഴച്ചു വളർന്ന് നിൽക്കണ്ടാവും. ഗംഗാധരനെ പോലെ ഞാനും ഏതെങ്കിലും തെലുങ്കത്തെയും വിളിച്ചോണ്ട് കയറി ചെല്ലുമെന്ന അമ്മച്ചിയുടെ പേടി. നല്ല മധുരം. ഓർക്കാൻ നല്ല രസമുണ്ടല്ലേ? ഏതോ ഒരു നാട്ടില് ഏതോ ഒരു വീട്ടില് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഏതോ ഒരു പെൺകുട്ടി. അവൾ അറിയുന്നുണ്ടാവുമോ ഇങ്ങനെ ഒരാൾ ഈ കൃഷ്ണകുടിയിൽ ഇപ്പൊ അവളെ കുറിച്ചാ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്? അവളെ കുറിച്ചാണ് ഓർത്തുകൊണ്ടിരിക്കുന്നതെന്ന്? പഴയ അസുഖം പിന്നെയും തുടങ്ങിയോ? പിന്നെ നമ്മുടെ മലയാളി ക്ലബിന്റെ വാർഷികത്തിന് പാടാൻ ഞാനൊരു പാട്ട് ശരിപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതേപോലെ അജ്ഞാതയായ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഇന്ത്യൻ റെയിൽവേ നിനക്ക് ശമ്പളം തരുന്നത് കവിത എഴുതാനും പാട്ട് പാടാനൊന്നും അല്ല. വല്ലപ്പോഴും 2-3 ട്രെയിൻ ഇവിടെ നിർത്തും. പിന്നെ നിർത്താതെ കടന്നു പോകുന്ന ചില ട്രെയിനുകൾ. അതിനിടയ്ക്കുള്ള ഇടവേളകളിൽ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഇവിടെ തലകുത്തി നിൽക്കാം, കിടന്നുറങ്ങാം, സ്വപ്നം കാണാം, കവിത എഴുതാം, പാട്ട് പാടാം. ഇതിനെ സ്വന്തം വിഷയമിലും ഇന്ത്യൻ റെയിൽവേസിന് ഇക്കാര്യത്തിലെ ഏമിലേതു. പിന്നെ പിന്നെ യുമാരോ കിന വിന്റെ പടി കട നെത്തുന്ന പദ നിസ്വനം. ഇത് തെലുങ്കോ കന്നഡോ? തുളു. गुड मॉर्निंग सर। हाँ, कैसा है मैनेजर? ठीक है साहब। छुट्टी से आ रहे हो? जी, कल क्या में मिलेगा? जी अच्छा। എന്താണ് സ്റ്റേഷൻ മാസ്റ്ററെ? പവിയേറ്റിനെ ഉപയോഗിച്ച് ഈ ആഴ്ച വരുമെന്ന് റെഡ്ഡി സാർ കണ്ടപ്പോ പറഞ്ഞു. അച്ഛന്റെ കാര്യം പിറ്റേന്ന് പത്രം കണ്ടപ്പോൾ അറിഞ്ഞത്. ഒരു ടെലഗ്രാം അയച്ചിരുന്നു ഞാൻ. കിട്ടി. എന്തൊക്കെയുണ്ട് കുമ്മാട്ടി? പിന്നെ ഇത് മീനാക്ഷി. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഉമയുടെ അനിയത്തി. ഹലോ. ഹലോ. നേരിട്ട് ആദ്യമായിട്ടാ കാണുന്നെങ്കിലും പവിയേറ്റിന് ഉമേശയും പറഞ്ഞ് നല്ലപോലെ അറിയാം. ഇത് ഗിരി. ഞാൻ വരുന്നതിന് മുമ്പ് തന്നോട് പറഞ്ഞിരുന്നില്ലേ ഇയാളെ പറ്റി? പിന്നെ കണ്ടാ വലിയ മാന്യനായിട്ടൊന്നും തോന്നില്ലെങ്കിലും ആൾ അത്രക്കാരനൊന്നുമല്ല. അല്പസ്വല്പം മാന്യതയൊക്കെ ഉണ്ട്, നമുക്ക് വിശ്വസിക്കാം. सब ठीक है ना? ठीक है सब। ഹായ് മിത്തു. ഐ പാപ്പൊച്ചുണ്ട്. മോളുടെ ഡിയർ ഫ്രണ്ട്. ഇവൾ ഇവനുമായി തെലുങ്കിൽ സംസാരിക്കുന്നത് കേൾക്കണം. 3 കൊല്ലായി ഇവിടെ. എന്നിട്ടിപ്പോഴും എനിക്കൊരു വസ്തു തെലുങ്ക് അറിയില്ല.
ചേച്ചി തെലുങ്ക് മലയാളത്തിൽ പറയും, അവര് മലയാളം തെലുങ്കിലും പറയും. പിന്നെ പ്രശ്നമില്ല. നിന്റെ അമ്മ എക്കടാ? ఇంట్లో ఉంది. ചേച്ചി തെലുങ്ക് പറയുന്നുണ്ടല്ലോ. എക്കടാ? ആ എക്കടാ എക്കടാ എന്നൊക്കെ പറയും. മിട്ടുവിന്റെ വീട് അവിടെയാ. എന്താ അവര് ചെയ്യണേ? മഞ്ഞളിടിക്കുക. നമ്മുടെ നാട്ടിലെ ആദിവാസികളെ പോലെ ഒരു കൂട്ടരാ. വലിയ സ്നേഹം നമ്മളോടൊക്കെ. എന്ത് പണിക്ക് വിളിച്ചാലും വരും. നല്ല രസമല്ലേ പാട്ട്? ఏంట్రా అందరూ వచ్చారు? అట్టగా అమ్మ చెల్లెలు కూడా వచ్చింది. వస్తున్నారండు. എങ്ങനെയുണ്ട് മീനാക്ഷി? ആർ യു കംഫർട്ടബിൾ? ഒരു പറിച്ചു നടല് അല്ലേ? ആ പറഞ്ഞോർമ്മയുണ്ടല്ലോ, ഇന്ന് മുതൽ നമ്മൾ ദുഃഖങ്ങൾക്ക് അവധി കൊടുക്കുകയാണ്. ദുഃഖങ്ങൾക്ക് മാത്രമല്ല, ആവശ്യമില്ലാത്ത ചിന്തകൾക്കും. ഓക്കെ? താഴേക്കില്ലേ അവര് മീനാക്ഷിയെ കാണാൻ. అమ్మా దండాలమ్మా. అమ్మగారు చెల్లెలా? అమ్మా സോറി. सब ये डाल दो. वो अभी नहीं चाहिए. തലയ്ക്ക് ഇത്തിരി വെളിവ് വന്നോട്ടെ. അയ്യോ, വലിയ ശീലായി പോയി. എന്തായി മട്ടൻ കൃഷ്ണകുടി? യെസ് റെഡി മാഡം. പ്ലേറ്റ്സ് എടുത്തു വെച്ചോളൂ. കുക്കിംഗ് എന്നും പറഞ്ഞ് ഞങ്ങളെ കിച്ചണിൽ കയറ്റാതെ സൗകര്യായി. ഇപ്പൊ എത്ര എണ്ണമായി? സാറ് നാലിന് ഞാൻ രണ്ടെണ്ണം. ഞാൻ നാല് ആറെണ്ണം ഞാൻ അല്ല ഞാൻ നല്ല കീറ. നാല് വെറുതെ. ഓ മുത്തശ്ശിക്ക് ആദ്യം. അങ്കിൾ അത് മറന്നു. ഗിരി ഇരുന്നോളൂ, ഞാൻ വിളമ്പാം. വേണ്ട വേണ്ട വേണ്ട, എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സാധനം എന്റെ കൈ കൊണ്ട് തന്നെ വിളമ്പണം. ഇപ്പൊ ഞങ്ങള് ഗസ്റ്റും ഗിരി വീട്ടുകാരനുമായി അല്ലേ? എങ്ങനെയുണ്ട്? ആ മീനാക്ഷിക്ക് വേണ്ടി സ്പെഷ്യലായി ഉണ്ടാക്കിയത് കൊണ്ട് താൻ ഇത്തിരി മധുരം കൂടി ചേർത്തു അതിനകത്ത്. എങ്ങനെയുണ്ട് മീനാക്ഷി? നന്നായിട്ടുണ്ട്. മറ്റേ കാര്യം ആ അതെ, ഗിരിയുടെ അഭ്യർത്ഥന മാനിച്ച് ഞാനൊരു സംഗതി ഏറ്റിട്ടുണ്ട്. മലയാളി ക്ലബിന്റെ വാർഷികത്തിന് മീനാക്ഷി ഒരു പാട്ട് പാടുന്നു. അയ്യോ എനിക്ക് വയ്യ. ഇതൊരുമാതിരി ചതിയായി പോയല്ലോ. അനിയത്തി പാടുന്ന പവിയായിട്ട് ഉറപ്പ് പറഞ്ഞുകൊണ്ടല്ലേ പേര് വെച്ച് നോട്ടീസ് അടിച്ചോളാം ഞാൻ കേജിയോട് പറഞ്ഞത്. ഇത് നോക്കി ചേച്ചി, എന്നോടൊരു വാക്ക് ചോദിക്കാതെ ഈ പവിയേട്ടൻ. ഇനി നീ പാടിയില്ലെങ്കിൽ നാണക്കേട് പവിയേട്ടനാ. മീനാക്ഷി പാടും. നമ്മൾ എല്ലാരും കൂടെ നിർബന്ധിച്ചാൽ ഇയാള് പാടൂല്ലേ? കേട്ടോ ഗിരി, എന്റെ ഭാര്യയുടെ അനിയത്തി ആയതുകൊണ്ട് പോഴത്തല്ല, അസലായിട്ട് പാടും മീനാക്ഷി. പിന്നെ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കലാതിലകം. ഒരു നിമിത്തം പോലെ വന്നു ചേർന്നാടാ അവള്. ഞാൻ അവളെ ഒന്ന് പ്രേമിച്ചാലോ? ഒരുപാട് നാളായി ആരെങ്കിലും ഒന്ന് പ്രേമിച്ചിട്ട്. പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതിന്റെ ജാതകത്തിലുള്ളതാ. കൃഷ്ണക്കണിയാൻ എന്റെ ജാതകം കുറിച്ചത്. അയാൾക്ക് പിഴയ്ക്കില്ല എന്ന് അമ്മ എപ്പോഴും പറയും. അതുകൊണ്ടല്ലേ അമ്മ നോക്കിയ പെൺകുട്ടികളൊക്കെ എനിക്ക് ചേരാതെ പോയത്. ഇതിപ്പോ ഒരു ഫെയറി ടൈല് പോലെ. ഏതോ ഒരു നാട്ടിലെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഏതോ ഈ പെൺകുട്ടി. അല്ലെങ്കിൽ എന്തിനിവിടെ തന്നെ വരണം? എനിക്ക് വേണ്ടി. യെസ്, എനിക്ക് വേണ്ടി. I am going to love her, man, and I am going to marry her. മാറി നിൽക്കണം അങ്ങോട്ട്. എടാ, മനുഷ്യനായ അന്തസ് വേണം. ഇത്രയും കാലം നീ എന്റെ സുഹൃത്തായിരുന്നു പറയാൻ എനിക്ക് നാണാവുന്നു. ഒരു അനിയനെ പോലെയല്ലേ പവിയേട്ടൻ നിന്നെ കണക്കാക്കിയിരിക്കണം. Yes. അടുക്കളയിൽ വരെ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം തന്ന പവിയേട്ടനെ വഞ്ചിച്ച് അങ്ങയുടെ ഭാര്യയുടെ അനിയത്തെ പ്രേമിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? പവിയേട്ടൻ അനിയനായിട്ട് കണക്കാക്കുന്നത് കൊണ്ടല്ലേ ഞാൻ അനിയത്തി തന്നെ പ്രേമിക്കാന്ന് വെച്ചത്. ഇനിയിപ്പോ റിയൽ അനിയനാവാലോ. മതി, നിർത്ത്. ഈ പ്രേമം തലയ്ക്ക് പിടിച്ച കാമുകന്മാരുടെ ഇളിഞ്ഞ മോന്ത കാണുന്ന തന്നെ എനിക്ക് അലർജിയാ. അങ്ങോട്ട് മാറും. എന്തോ
ഇടാ എന്നെ കണ്ടുപിടിക്കുക. ലോകത്ത് ഒരു പെണ്ണും എന്റെ മുന്നിൽ വീഴില്ല. അത് ശരിയാ, കറക്റ്റ്. അല്ല, ലോകത്തെ ഒരു പെണ്ണിന്റെ മുമ്പിൽ ഞാൻ വീഴില്ല. അറ്റ് ലൈൻ ക്ലിയർ ആണോ? അപ്പൊ അഖിലേന്ദ്രനോ? അയ്യോ, അതാ പറഞ്ഞത്. അയാളുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കല്ലേ. അതിനവൻ പിണങ്ങി പോയതല്ലേ? അതെ. ഇനി വരില്ല. വന്നാൽ തന്നെ മീനാക്ഷിക്ക് അവരോട് വെറുപ്പാ. ഉറപ്പാണോ? ആ നിലയ്ക്ക് പുതിയ സാഹചര്യത്തിൽ കണ്ടുമുട്ടുന്ന സുന്ദരനും സുമുഖനും സൽസ്വഭാവിയുമായ പുതിയൊരു ചെറുപ്പക്കാരനോട് അവൾക്ക് സ്നേഹം തോന്നിക്കൂടെ? ആ ചെറുപ്പക്കാരൻ ആരാണ്? ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ഇനി നിനക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യം കൂടി പറയട്ടെ. എന്താ? നിന്റെ കോട്ട് കത്തി. കോട്ട് മാത്രമല്ലടാ, നമ്മുടെ ക്വാർട്ടേഴ്സും കത്തി.